അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ജന്മം നൽകിയ ജീവനും ജന്മം കൊടുത്ത ജീവനും ഒരുപോലെ ഒരേ സ്ഥലത്ത് മരിച്ചു വീഴുക എന്നത് വളരെ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്രതീക്ഷിത സംഭവത്തെ ഒരു ഞെട്ടലോടെയല്ലാതെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ കാണാൻ സാധിക്കില്ല. ഒരേപോലെ രണ്ട് ജീവനുകൾ നഷ്ടമാകുന്ന വാർത്തകൾ വളരെയധികം എല്ലാവരും വേദനിപ്പിക്കാറേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത്തരം വാർത്തകൾക്ക് വേണ്ടി പ്രതികരിക്കാറും സംസാരിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത കായംകുളത്ത് നിന്നാണ്. മരിച്ചത് 27 വയസ്സുകാരി അമൃതയും അമൃതയുടെ മകനും. ഓച്ചിറയിൽ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ മരിച്ച യുവതിയുടെ കുഞ്ഞും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അവസാനം മരിക്കുന്നതിന് മുൻപ് വരെയും അമൃത ചോദിച്ചിരുന്നത് എൻ്റെ കുഞ്ഞ് എന്ന് തന്നെയായിരുന്നു. അമ്മയെ കാണാത്തത് കൊണ്ട് മരുന്നുകളോട് പോലും പ്രതികരിക്കാത്തൊരു കുഞ്ഞുകൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ അത്ര ആത്മബന്ധമായിരുന്നു. മരിക്കുന്ന സമയം അമൃത അറിഞ്ഞിട്ടില്ല മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന്. മകൾ സുരക്ഷിതയാണ് എന്നായിരുന്നു അമൃതയുടെ വിശ്വാസം. അമ്മയെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുകയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്ന വയസ്സായിട്ടില്ല കുഞ്ഞിനെ എന്നത് മറ്റൊരു ദുഃഖവും. അടൂർ കൊടുമൺ സ്വദേശി രാജിന്റെ ഭാര്യയാണ് അമൃത. അപകട സ്ഥലത്ത് തന്നെ അമൃത മരിക്കുകയായിരുന്നു. തന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്നായിരുന്നു അവസാനം തന്നെ രക്ഷിക്കാൻ വന്ന ആളോട് അമൃത പറഞ്ഞത്. മിലാനിക്ക് 2 വയസ്സാണ്. ആറ്റുനോറ്റ് അമൃതയ്ക്ക് ലഭിച്ച മകളാണ് മിലാനി. മകളോടൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടി തന്നെയാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. കുഞ്ഞിനോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അമൃതയ്ക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സ്നേഹത്തെപ്പറ്റി കൂട്ടുകാരികളോടും വീട്ടുകാരോടും പോലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കുഞ്ഞ് അമ്മയോടൊപ്പം യാത്രയായത്. ഞായർ വൈകിട്ട് 6 ഓച്ചിറ 1000 തെങ്ങ് റോഡിൽ പ്രയാർ പാലത്തിന് കിഴക്കുവശത്തായിട്ടായിരുന്നു അപകടം. ഓച്ചിറയിൽ നിന്ന് വള്ളക്കാവ് വഴി കരുനാഗപ്പള്ളിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് അഴീക്കൽ ഭാഗത്ത് നിന്ന് സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന പത്മാവതി, അർച്ചന, കാർ ഡ്രൈവർ സാംസൺ എന്നിവർ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 2 വയസ്സുകാരി മിലോനി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇത്രയും ദിവസം. ബസ് യാത്രക്കാരായ ലീലാമണി, പൂജ ബിജു, പത്മകുമാർ, ഷൈജ ബീഗം, നജീബ്, രജനി എന്നിവർ ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെല്ലാവരും തന്നെ ചെറിയതും വലുതുമായുള്ള പരിക്കുകൾ അനുഭവിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും സഹിക്കാനാകാത്തത് രാജിന് തന്നെയാണ് എന്ന് പറയാം. തൻ്റെ 2 ജീവനുകളാണ് ഒരേ സമയം നഷ്ടമായത്. അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ഒക്കെ ഈ പരിക്ക് അതെല്ലാം തന്നെ രാജിൻ്റെ മാനസിക നിലയെ പോലും ആകെ വിഭ്രാന്തിയിലേക്ക് എത്തിക്കും. അവിടെ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു വാർത്ത വളരെ ദുഃഖമാർന്നു.